മേത്തിൽ രാധാകൃഷ്ണന് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മേത്തിൽ രാധാകൃഷ്ണന് ലഭിച്ചു. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സൂര്യവംശം, ചുവന്ന വിദൂഷകരുടെ അഞ്ചാപത്തി, ബ്ര, സംഗീതം ഒരു സമയകലയാണ്, സൂര്യമത്സ്യത്തെ വിവരിക്കൽ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. സി രാധാകൃഷ്ണൻ, സാറാ ജോസഫ്, കൽപ്പറ്റ നാരായണൻ എന്നിവർ അടങ്ങുന്ന സമിതിയാണ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. 6 സംസ്ഥാനങ്ങൾക്ക് പുതിയ ഗവർണർമാർ. 6 സംസ്ഥാനങ്ങൾക്കും 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പുതിയ ഗവർണറെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. പശ്ചിമ ബംഗാളിൻ്റെ ഗവർണറായി തമിഴ്നാട് മുൻ ഗവർണർ RN രവിയെ നിയമിച്ചു. മുൻ ഗവർണറും മലയാളിയുമായ CV ആനന്ദബോസ് ഗവർണർ സ്ഥാനം രാജിവെച്ചിരുന്നു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർക്ക് തമിഴ്നാടിൻ്റെ അധിക ചുമതല നൽകി. ഹിമാചൽ പ്രദേശിൻ്റെ ഗവർണറായ ശിവപ്രതാപ് ശുക്ലയെ തെലങ്കാന ഗവർണറായി നിയമിച്ചു. മറ്റ് പുതിയ ഗവർണർമാർ: മഹാരാഷ്ട്ര ജിഷ്ണുദേവ് വർമ്മ, നാഗാലാൻഡ് നന്ദ് കിഷോർ യാദവ്, ബീഹാർ സയ്യിദ് അതാ ഹസ്നൈനെ, ഹിമാചൽ പ്രദേശ് കവിന്ദർ ഗുപ്ത, ലഡാക്ക് ലഫ്റ്റനൻറ്റ് ഗവർണർ വിനയ് കുമാർ സക്സേന, ഡൽഹി ലഫ്റ്റനൻറ്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധു. ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് മുംബൈയിലെ ഛത്രപതി സാംഭാജി മഹാരാജ് കോസ്റ്റൽ റോഡിൽ ഉദ്ഘാടനം ചെയ്തു. നരിമാൻ പോയിൻ്റ് വർലി പ്രദേശത്ത് 500 മീറ്റർ ദൈർഘ്യത്തിൽ മ്യൂസിക്കൽ റോഡ്. വാഹനം കടന്നു പോകുമ്പോൾ സംഗീതം മുഴങ്ങും. പ്രത്യേക റംബിൾ സ്ട്രിപ്പുകൾ ഉപയോഗിച്ചാണ് സംഗീതം പുറപ്പെടുവിക്കുന്നത്. 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് സൗജന്യ HPV വാക്സിൻ. 14 വയസ്സ് പ്രായമുള്ള മുഴുവൻ പെൺകുട്ടികൾക്കും രാജ്യവ്യാപകമായി ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരായ വാക്സിനേഷൻ നൽകാനുള്ള പദ്ധതിക്ക് തുടക്കമായി. സെർവിക്കൽ ക്യാൻസറിന് കാരണമാവുന്ന HPV ടൈപ്പ് 16, 18 അതുപോലെ തന്നെ ടൈപ്പ് 6, 11 എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ക്വാഡ്രിവാലൻ്റ് HPV വാക്സിനായ ഗാർഡാസിൽ 4 സിംഗിൾ ഷോട്ട് നൽകും. ഏകദേശം 1.15 കോടി പെൺകുട്ടികൾക്കാണ് വാക്സിനേഷൻ നൽകാൻ ലക്ഷ്യമിടുന്നത്. വന്ദേമാതരത്തിന് പ്രോട്ടോക്കോൾ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് കേന്ദ്ര സർക്കാർ പ്രോട്ടോക്കോൾ പ്രഖ്യാപിച്ചു. വന്ദേമാതരവും ദേശീയഗാനമായ ജനഗണമനയും ആലപിക്കേണ്ട ചടങ്ങുകളിൽ ആദ്യം വന്ദേമാതരമാണ് ആലപിക്കേണ്ടത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് പ്രകാരം വന്ദേമാതരത്തിൻ്റെ 6 ഖണ്ഡികകൾ ഉൾപ്പെട്ട 3 മിനിറ്റും 10 സെക്കൻഡും ദൈർഘ്യമുള്ള പതിപ്പാണ് ഇനി മുതൽ ഔദ്യോഗിക ചടങ്ങുകളിൽ ആലപിക്കേണ്ടത്. രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും ഔദ്യോഗിക സന്ദർശനങ്ങൾ, പരേഡിനായി ദേശീയ പതാക കൊണ്ടുവരുന്ന സമയം തുടങ്ങിയവയിലെല്ലാം ഗീതം കേൾപ്പിക്കണം. ഗീതം ആലപിക്കുമ്പോൾ സദസ്സിലുള്ളവർ എഴുന്നേറ്റ് നിൽക്കണമെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ വാർത്താചിത്രം, ഡോക്യുമെൻ്ററി, സിനിമ എന്നിവയ്ക്ക് ഇത് ബാധകമല്ല. വനിതാ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ സെഞ്ചുറി നേടിയ താരമാര്? ഉത്തരം നാറ്റ് സിവർ ബ്രൻറ്റ്. ഇന്ത്യയിൽ ആദ്യമായി കോർണിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാതല സർക്കാർ ആശുപത്രി ഏത്? ഉത്തരം തിരുവനന്തപുരം ജനറൽ ആശുപത്രി. 2026 ജനുവരിയിൽ ആർട്ടിക് പ്രദേശങ്ങളിലെ തണുപ്പിനെ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ച ഭൗമ പ്രതിഭാസമേത്? ഉത്തരം പോളാർ വെർട്ടെക്സ്. 2026 ജനുവരി അവസാനത്തോടെ ഇന്ത്യയിൽ നിന്ന് റാംസർ പട്ടികയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളേതെല്ലാം? ഉത്തരം പട്ന പക്ഷി സങ്കേതം, ഇത് ഉത്തർപ്രദേശിലാണ്. ഛാരിഡണ്ട്, ഇത് ഗുജറാത്തിലാണ്. പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേരെന്ത്? ഉത്തരം ഗുരു രവിദാസ് മഹാരാജ് ജി എയർപോർട്ട്. ഇറ്റലി ആതിഥേയത്വം വഹിക്കുന്ന 2026 വിൻ്റർ ഒളിമ്പിക്സിൻ്റെയും പാരാലിമ്പിക്സിൻ്റെയും ഭാഗ്യചിഹ്നങ്ങൾ ഏതെല്ലാം? ഉത്തരം ടീന മിലോ. മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റതാര്? ഉത്തരം സുനേത്ര പവാർ.
പ്രഥമ ഫിഫ വനിതാ ചാമ്പ്യൻസ് കപ്പ് ജേതാക്കളായ ടീം ഏത്? ഉത്തരം ആഴ്സണൽ വുമൺസ് FC. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ അനലോഗ് അസ്ട്രോനോട്ട് ആരാണ്? ഉത്തരം ആദിത്യ പാണ്ഡെ.